ഡൽഹിയിൽ വായു ഗുണനിലവാരം അപകടകരമായ നിലയിൽ തുടരുന്നു. വായു ഗുണനിലവാര സൂചിക 406 രേഖപ്പെടുത്തിയതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും രാജേഷ് ചേരുന്നു. രാജേഷ്, തുടർച്ചയായി ഡൽഹിയിലെ വായു നിലവാര ഗുണസൂചിക താഴ്ന്നു തന്നെ നിൽക്കുകയാണ്. ശൈത്യ തരംഗം കൂടി ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഡൽഹിയെ എങ്ങനെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത്? അതുല്യ പറഞ്ഞ പോലെ തന്നെ ഡൽഹി നഗരത്തിലെ വായുമലിനീകരണം ഒരു ദിനം പ്രതി കൂടി വരികയാണ്. അതുപോലെ തന്നെ മൂടൽമഞ്ഞും. ഈ മൂടൽമഞ്ഞിന് ഓരോ ദിവസങ്ങൾ ഇടവിട്ട് ഒരു നേരിയ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ഈ വായുമലിനീകരണം ദിനം പ്രതി കൂടി വരികയാണ്. നമുക്ക് നോക്കിയാൽ കാണാം, ഡിസംബർ 16 ഡൽഹി നഗരത്തിലെ വായുമലിനീകരണം ഒരു ആദ്യമായി അപകട സാഹചര്യത്തിലേക്ക് പോയത്. അന്ന് 257 AIQ ആയിരുന്നു നഗരത്തിലെ വായുമലിനീകരണം. ഇതൊരു എന്താ പറയുക, യാഥാർത്ഥ്യമല്ലാത്തൊരു സൂചികയായിരുന്നു. എന്നാൽ അത് ശനിയാഴ്ച ആയപ്പോഴും 335 AIQ ആയി ഉയർന്നു. ഇതൊരു ശരാശരി നിൽക്കുന്ന ഒരു വായുമലിനീകരണം അല്ലായിരുന്നു, ഒരു ഉയർന്ന തോതായിരുന്നു. എന്നാൽ ഞായറാഴ്ചയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഞായറാഴ്ച അത് 406 AIQ ആയി മുന്നോട്ട് ഉയർന്നിരുന്നു. അതുപോലെ തന്നെ ദിനംപ്രതി ഒരു ഏറ്റക്കുറച്ചിൽ മൂടൽമഞ്ഞിനുണ്ടെങ്കിലും വായുമലിനീകരണം ദിനംപ്രതി കൂടി വരികയാണ്. അതുപോലെ തന്നെ ഈ ഡൽഹി സർക്കാർ ഇത്രയധികം ജനസംഖ്യയുള്ള ഈ ഡൽഹി നഗരത്തിൽ വിവിധ പ്ലാനുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോശം അന്തരീക്ഷത്തിന്റെ വെളിച്ചത്തിൽ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ ഡിസംബർ 16 മുതൽ ഡൽഹിയിൽ ഒരു ഗ്രേഡഡ് റെസ്പോൺസിബിലിറ്റി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി പറയുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരും ഇവരുടെ ആരോഗ്യ സ്ഥിതിയെ കുറിച്ചാണ് ഈ പ്ലാനിലൊക്കെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് ക്ലാസ്സാണ് ഇനി മുതൽ 5 വരെ ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവുക. അതായത് പുറത്തു നിന്നും വായുമലിനീകരണം വീടിൻ്റെ ഉള്ളിൽ റൂമിലേക്ക് കടക്കാതിരിക്കാൻ അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് ആയിട്ടുണ്ട് ഡൽഹിയിലെ ഒരു വായുമലിനീകരണ തോത്. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തികൾക്ക് ഈ സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമായി ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ ഇയർ ക്രിസ്മസ് എല്ലാം പ്രമാണിച്ച് ഈ പടക്കം പൊട്ടിക്കുന്നതിനും ഗവൺമെൻറ് ഒരു കർശന നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മുംബൈ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ജനസംഖ്യയുള്ള നഗരമാണ് ഡൽഹിയിൽ. അതുപോലെ തന്നെ ഈ ഡൽഹിയിലെ പാതയോർത്തെല്ലാം താമസിക്കുന്ന ഈ നിവാസികളെ സർക്കാർ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡൽഹിയിലെ ജനങ്ങളുടെ ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് ഒരു വിശദമായ പഠനം നടത്താനും ഡൽഹി സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക് ഈ വായുമലിനീകരണ ബോധവൽക്കരണം നടത്താനും വേണ്ടിയിട്ട് ഒരു പദ്ധതി സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. ഇത് വരും മണിക്കൂറിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുല്ല. ശരി രാജേഷ്, ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്ന രീതിയിൽ നിന്ന വായു ഗുണനിലവാര സൂചിക ഇന്ന് 406 എത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും രാജേഷ്.